UDF-ലെ അസോസിയേറ്റ് ഘടകകക്ഷിയാകണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ ആഗ്രഹം. വെൽഫെയർ പാർട്ടി വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി ആണ് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയതുപോലെ മതരാഷ്ട്രവാദമൊന്നുമില്ലല്ലോ എന്ന് UDF ചെയർമാൻ VD സതീശൻ തന്നെ പ്രഖ്യാപിക്കുന്നതും സർട്ടിഫൈ ചെയ്യുന്നതും നമ്മൾ ഇന്ന് കാണുകയുണ്ടായി. അപ്പോൾ ഇത്തരം സംഘടനകളുടെയൊക്കെ പിന്തുണ സുസ്വാഗതം എന്നുള്ളതാണോ നിലപാട്? അഭിലാഷ്, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത UDF-നുണ്ട്. അപ്പോൾ കഴിയാവുന്നത്ര ഈ സർക്കാരിനെതിരെ നിൽക്കുന്ന ആളുകൾ, ഇവിടെ വോട്ടുള്ള എല്ലാ ആളുകളും, എല്ലാ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകൾക്കും UDF-മായി സഹകരിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല, UDF-ന് പിന്തുണ കൊടുക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കുന്നത്, കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-നും മാത്രമാണ് എന്ന് അവർക്ക് കൂടി ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ഈ പിന്തുണ നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് രാജ്യത്തും കേരളത്തിലും അത്യാവശ്യമാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പിന്തുണ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും ഇന്ന് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടുള്ള ആളുകളുടെ പേരുകൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റത്തെ തീവ്രവാദ നിലപാടുള്ള, അങ്ങേയറ്റത്തെ വർഗീയ നിലപാടുള്ളത് എന്ന് നേരത്തെ CPM ആരോപിച്ചിരുന്ന ആളുകളുമായിട്ട് തന്നെയാണല്ലോ അവർ കൂട്ടുചേർന്നിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിലോ അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടാണെങ്കിലോ നിങ്ങൾ നിലപാട് പരിശോധിക്കുമ്പോൾ പൂർവ്വകാലങ്ങളിൽ പലപ്പോഴും CPM-ഉമായിട്ട് സഖ്യം ചേർന്നതും CPM തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ 96-ൽ ദേശാഭിമാനിയിൽ മുഖപ്രസംഗം എഴുതി ജമാഅത്തെ ഇസ്ലാമി CPM-നെ പിന്തുണയ്ക്കാനെടുത്ത തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയവരാണ് CPM. അതുപോലെ തന്നെ ആരിഫ് അലി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറുമായിട്ട് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ നേരിട്ട് കൂടിക്കാഴ്ച നടത്തി 2011-ൽ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് മുതലാണ് CPM-ന് ജമാഅത്തെ ഇസ്ലാമി അസ്പൃശ്യരായത്? അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുകയും തങ്ങൾക്ക് കിട്ടാത്ത സമയത്ത് കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്നുള്ളത് പോലെ അത് തള്ളിപ്പറയുകയും ചെയ്യുക എന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ, കേന്ദ്രത്തിലെ മോദി സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുള്ള ആളുകൾ UDF-നെയും കോൺഗ്രസിനെയും പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അല്ല, അവിടെ ശ്രീ സന്ദീപ് വാര്യർ, ശരിയാണ്, ജമാഅത്തെ ഇസ്ലാമി വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമായ സമീപനം സ്വീകരിച്ച കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച്. പക്ഷേ ഇപ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ ശക്തനായ ഒരു വിമർശകനാണ്. അദ്ദേഹം 2016 ഓഗസ്റ്റ് 6-ാം തീയതി മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ ഒരു ലേഖകനാണ്. മതേതര ജനാധിപത്യം വേണ്ടത് മതഭരണകൂടമല്ല, മതേതര ജനാധിപത്യം എന്ന ലേഖനം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ ഇഴകീറി പരിശോധിക്കുന്ന, അവരുടെ ടെക്സ്റ്റുകളെയൊക്കെ ഇഴകീറി പരിശോധിക്കുന്ന വളരെ വിശദമായ ഒരു ലേഖനമായിരുന്നു. അക്കാലത്ത് വലിയ തോതിൽ ചർച്ചയായതാണ്. എങ്ങനെയാണ് ജനാധിപത്യത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മൗദൂദിസ്റ്റ് പ്രത്യയശാസ്ത്രവും നിരാകരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരെ എതിർക്കേണ്ടത് എന്ന് വാദിച്ച ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നു. അപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി വോട്ട് പിടിക്കുന്നു. ആ വോട്ട് അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഹലാലാണെന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥി പറയുന്നു. അപ്പോൾ ഒരു കാലത്ത് ജനാധിപത്യത്തെ നിഷ്കാസനം ചെയ്യുന്ന ആളുകളാണ് ഇക്കൂട്ടർ എന്ന് വിമർശിച്ച അതേ ആൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി അവിടെ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പിന്തുണ സ്വീകരിക്കുമ്പോൾ ഈ ജനങ്ങളെ സംബന്ധിച്ച് ഇതെന്ത് കൂത്താണെന്ന് തോന്നില്ലേ? അങ്ങനെയല്ലല്ലോ അഭിലാഷ്. ഇപ്പം ഒരു കാലത്ത് ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ഒരു സംഘടനയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. പിന്നീട് അവർ ജനാധിപത്യത്തെ സ്വീകരിക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും ഒരു കാലത്ത് അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ കോണ്ടെക്സ്റ്റിൽ വിമർശിച്ചിട്ടുണ്ടാവാം. അത് സ്വാഭാവികമാണല്ലോ. അത് നമ്മുടെ രാജ്യത്ത് 10, 15, 20 വർഷം മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യമല്ലോ ഇപ്പോൾ ഉള്ളത്. പിന്നീട് നിലപാടുകൾ മാറ്റുകയും ജനാധിപത്യത്തിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തവർ, അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അത്തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും വിമർശന വിധേയരായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുത നിരാകരിക്കുന്നൊന്നുമില്ല. പക്ഷേ മാറിയ സാഹചര്യത്തിൽ, രാജ്യത്തെ മാറിയ സാഹചര്യത്തിൽ, മതനിരപേക്ഷ ശക്തികളുടെ ഏകോപനം ആവശ്യമുള്ള സാഹചര്യത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ ഒരേ തരത്തിലുള്ള വർഗീയ നിലപാടുമായി CPM-ഉം BJP-യും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മതേതര ശക്തികളുടെ ഒരു തിരിച്ചുവരവ് രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾ UDF-ന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാൽ അതിനെ ഒരിക്കലും തിരസ്കരിക്കാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. 1. 2. ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് എല്ലാ സമയത്തും
നേതൃത്വം വാങ്ങിയിട്ടുള്ള CPM, അവരുമായിട്ട് എല്ലാ കാലത്തും ചർച്ച നടത്തിയിട്ടുള്ള CPM ഇപ്പൊ എങ്ങനെയാണ് അവരെ അസ്പൃശ്യരായിട്ട് പ്രഖ്യാപിക്കുന്നത്? അത് ഏത് പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ അതൊന്നും ആ രീതിയിലൊന്നും ആളുകളെ ജനാധിപത്യത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. എന്തായാലും UDFന്റെ വിജയം ഉറപ്പിച്ചതോടുകൂടി CPMന് കുറച്ച് ആശങ്ക ഉണ്ടായിട്ടുണ്ട്. എന്നാലും CPMന് ഇന്നിപ്പോ ഹിന്ദു മഹാസഭയുടേതും അതുപോലെ തന്നെ PDPയുടെയും ഒക്കെ പിന്തുണട്ടിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ അവരാദ്യം അവരെ ന്യായീകരണം പറയട്ടെ.